ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമായിട്ടാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്താണെന്നൊക്കെ ഒന്ന് നമുക്ക് ഈ ഇൻട്രോ വീഡിയോയിൽ കണ്ടിട്ട് വരാം കേട്ടോ. ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരികയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ സൂപ്പർ കട്ട്ലേറ്റ്. ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. ഇതിങ്ങനെ ചെറിയ പീസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ആ സോസിലൊക്കെ ഒന്ന് മുക്കി കഴിക്കാനുണ്ടല്ലോ, എത്ര കട്ട്ലേറ്റ് കഴിച്ചാലും മതിയാവില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണിത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ സോസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ എന്താ ഇവിടെ ബീഫ് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചാണ്. ഞാൻ ഈ ഇറച്ചി വേവിക്കാനായിട്ട് 5 വിസിലെടുത്തു. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് വേവിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇഞ്ചി വേണം നമുക്ക്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്, ഗരം മസാല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ കൂടിയിട്ട് പച്ചമുളകും എല്ലാം ചേർത്ത് ചോപ്പറിലിട്ടൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അരയ്ക്കാനല്ല പോകുന്നത്, ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇറച്ചി ഇതുപോലെ തന്നെ മിൻസ് ചെയ്തെടുക്കാൻ പോവാണ്. ചോപ്പറിലിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല പോലെ നമുക്ക് മിൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക, നല്ലപോലെ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവട്ടെ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെയൊക്കെ നല്ല ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ നമുക്കിതിങ്ങനെ ഇളക്കി ആ ഒരു പച്ച മണം പോകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. അത് നന്നായി ആവുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ മാഷ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. നല്ലപോലെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെക്കാം. സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ നമുക്ക് നല്ല രീതിയിൽ മാഷ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഞാൻ നമ്മുടെ എണ്ണയിലേക്ക് ഈ ചെറുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ചെറുതായി വിട്ട് തുടങ്ങി. ഇനി ഈ ചെറുള്ളിയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി അങ്ങനെ നല്ലപോലെ വറുത്തതുപോലെ ആക്കി എടുക്കണം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം കറിവേപ്പില ചേർക്കുമ്പോൾ അധികം നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയുടെ മണം, അതുകൊണ്ട് തന്നെ ഞാൻ അധികം കറിവേപ്പില ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മിൻസ് ചെയ്ത് വെച്ച ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഇറച്ചിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ആ ഇറച്ചിയും ഒക്കെ ചേർന്നൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച ഗരം മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മല്ലിയിലയും എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക്
നമുക്ക് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് തീ ഓഫാക്കിയിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മാഷ് ചെയ്ത് വെച്ച മുഴുവൻ ഉരുളക്കിഴങ്ങ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഞാൻ ആ ഇറച്ചിയിലേക്ക് യോജിപ്പിച്ചെടുക്കുകയാണ്. നല്ലപോലെ നമുക്ക് ഇറച്ചിയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്കിതിങ്ങനെ നല്ല ഷേപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാനിത് നല്ലപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുത്ത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാൻ പോവാണ്. ഇതാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വലിയ കട്ട്ലേറ്റ് അല്ല കേട്ടോ ഞാൻ ചെയ്ത്. ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ചെറിയൊരു കട്ട്ലേറ്റുകളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ വെച്ച് ഇതിങ്ങനെ നല്ല ഷേപ്പാക്കി എടുക്കാം. നല്ലപോലെ ഷേപ്പാക്കി എടുത്തു. ഇനി എല്ലാം നമുക്കതുപോലെ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മളിത് മുട്ടയിൽ മുക്കി വറുക്കാൻ പോവാണ്. ഞാൻ എന്താ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു ബൗളിലേക്ക്. ഞങ്ങളിവിടെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമില്ല. അതിൻ്റെ ഒരു മധുര ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെറുതെ മുട്ടയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. നമുക്ക് എണ്ണ ചൂടാക്കി വെച്ച പാനിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് മുട്ടയിൽ മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എന്താ ഞാൻ ഓരോ കട്ട്ലേറ്റ് എടുത്ത് മുട്ടയിൽ മുക്കി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ് കേട്ടോ. അതിലേക്കാണ് ഞാനിതിങ്ങനെ ഓരോ കട്ട്ലേറ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസും കൂടി ഇടുമ്പം ഈ കട്ട്ലേറ്റിന് ഒരു മധുര ടേസ്റ്റ് വരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ ഇത് ചെയ്യുന്നത് ഈ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. വെജ് കട്ട്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ നോൺ വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം അത് ആർക്കും ഇവിടെ അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ തീരെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും കുറച്ച് കട്ട്ലേറ്റൊക്കെ ഇവിടെ ഈ പാനിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ഓരോ കട്ട്ലേറ്റായിട്ട് ഇങ്ങനെ മറിച്ചിടാം. ഒരു സൈഡ് ആയി കഴിഞ്ഞു. നമ്മുടെ കട്ട്ലേറ്റുകളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മറച്ചിട്ടിട്ട് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. ഇനി ഇത് ഓരോന്നായിട്ട് മൊരിഞ്ഞതെടുത്ത് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ നമ്മൾ സർവിങ് പ്ലേറ്റിലേക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഞാനിവിടെ ആ കട്ട്ലേറ്റ് എല്ലാം ആ എണ്ണയിൽ നിന്ന് എണ്ണ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ കട്ട്ലേറ്റുകളൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഞാൻ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരോടും
താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്. ബൈ.